എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. ആവശ്യമായ സാധനങ്ങൾ 1.5 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി ഈ ഒരു വലിപ്പത്തിൽ മുറിച്ച് വെച്ചിട്ടുള്ളത്. പിന്നെ വേണ്ടത് സവാള, ഒരു വലിയ സവാള നൈസായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത്. പിന്നെ ഇതിലേക്ക് വേണ്ട പൊടികൾ: മഞ്ഞൾപ്പൊടി 1.5 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടത് ഗരം മസാല 2 ടീസ്പൂൺ, ചതച്ച കുരുമുളക് 4 ടേബിൾ സ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 2 ടേബിൾ സ്പൂൺ. ഇനി നാരങ്ങ നീര് ഒരു 3 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് കറിവേപ്പില. ഇനി എടുത്തു വച്ചിരിക്കുന്ന ചിക്കനിലേക്ക് പാകത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, എടുത്തു വച്ചിരിക്കുന്ന നാരങ്ങ നീര് ഇതെല്ലാം കൂടെ കൂട്ടി തിരുമ്മി ഒരു അരമണിക്കൂർ എടുത്തു. അതോടൊപ്പം തന്നെ എടുത്തു വച്ചിരിക്കുന്ന സവാളയിലേക്ക് അല്പം പാകത്തിന് ഉപ്പ്, അതുപോലെ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില, അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക്, അതുപോലെ കറിവേപ്പില ഇതെല്ലാം കൂടെ കൈകൊണ്ട് ഇതേപോലെ നല്ലപോലെ കൂട്ടി തിരുമ്മി ഒരു 10 മിനിറ്റ് മാറ്റിയെടുത്ത് വെക്കുക. പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇനി ചൂടായ എണ്ണയിലേക്ക് കറിവേപ്പിലയും നേരത്തെ തിരുമ്മി വെച്ചിരിക്കുന്ന സവാളയും കൂടി ഇട്ട് നല്ലപോലെ മൊരിയിച്ചെടുക്കുക. സവാള നല്ലപോലെ ഇതേപോലെ മുരിഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയുടെയും പേസ്റ്റും കൂടി ഇട്ടിട്ട് ഇതേപോലെ ഒരു 5 മിനിറ്റ് മുരിച്ച് നല്ലപോലെ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചക്കുത്ത് മാറുന്നത് വരെ നല്ലപോലെ വരട്ടിയെടുക്കുക. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ മുരിഞ്ഞതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ മസാലക്കൂട്ടുകളും കൂടി അതിലേക്ക് ഇടുക. അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചതച്ച കുരുമുളക് ഇതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, തീ ലോ ഫ്ലെയിമിലായിരിക്കണം, അല്ലെങ്കിൽ മസാലകളെല്ലാം കരിഞ്ഞു പോകും. മസാലകളെല്ലാം ഒന്ന് അതിൻ്റെ ഒരു പച്ചമണം മാറിയതിന് ശേഷം ഒരു വലിയ കഷ്ണം തക്കാളി അതിലേക്കിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഞാൻ ഒരു ഇച്ചിരി വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ച് അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇതേപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് ഒരു അടപ്പെടുത്ത് മൂടി വെക്കുന്നുണ്ട്. ഇതിന് ശേഷം ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിത് തുറക്കാം. അപ്പോഴത്തേക്കും തക്കാളി നല്ലപോലെ വെന്തിട്ടുണ്ടാവും. ഇപ്പം ഒരു 5 മിനിറ്റിന് ശേഷം തുറന്നപ്പം തക്കാളി നല്ലപോലെ വെന്ത് ഉടഞ്ഞ് നല്ല പാകത്തിനായിട്ടുണ്ട്. തക്കാളി മസാലകളെല്ലാം ആയതിനു ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഒഴിക്കുക. എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത്, ഇനി വെള്ളം വേറെ ഒഴിക്കേണ്ട ആവശ്യമില്ല, ചിക്കനിൽ നിന്നുള്ള വെള്ളം തന്നെ അതിലേക്ക് തന്നെ ഇറങ്ങിക്കോളും. ഈ നേരത്ത് കുറച്ച് ഉപ്പ് നോക്കി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെക്കുക. ഇടയ്ക്ക് ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ ഒന്നും കൂടെ തുറന്ന് നോക്കണം, അടി പിടിക്കാതെ. എന്നിട്ട് ഇടയ്ക്ക് ഇതേപോലെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ ചിക്കനിൽ നിന്നുള്ള എല്ലാ വെള്ളവും അതിലേക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറെ വെള്ളത്തിന് വേറെ ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ഒരു 2 മിനിറ്റ് കൂടുമ്പം അടപ്പ് തുറന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ചിക്കൻ വേഗം വേവും. അതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഇറച്ചികളെ പോലെ ഒത്തിരി നേരം ഒന്ന് കുക്കറിൽ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഓൾറെഡി ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുരുമുളക് പൊടി, നേരത്തെ കുരുമുളക് ചതച്ച് വെച്ചതായിരുന്നു, ഇപ്പോൾ ഇതിലേക്ക് കുരുമുളക് പൊടി അതും കൂടെ എക്സ്ട്രാ ഒരു 3 ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് കറി റെഡിയാണിപ്പം.
ഇനി ഇതിലേക്ക് വീണ്ടും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതൊഴിക്കുക, എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അതോടെ നമ്മുടെ കറി റെഡിയാണ്. ഒരു അടിപൊളി ചിക്കൻ കറി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇത് പൊറോട്ടയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ ഒക്കെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക. അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് അയയ്ക്കുക. ബൈ.